ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ജംബോ കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ജംബോ എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന ബിസ്ക്കറ്റിൻ്റെ ആ ഒരു സൈസിലുള്ള കുഞ്ഞു കുക്കീസ് ഇല്ലേ, അതല്ല കേട്ടോ. ഇത് കുറച്ച് അത്യാവശ്യം നല്ലൊരു വലിപ്പത്തിൽ വരുന്ന കുക്കീസ് ആയിരിക്കും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഉണ്ടോ, സ്റ്റഫ് ചെയ്ത കുക്കീസ് ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, അടിപൊളി സാധനമാണ്. അപ്പം നമ്മളിപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ നടക്കുന്നത്. അപ്പം ക്രിസ്മസിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് ഹാമ്പറിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു കുക്കീസ് കൂടിയാണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫെസ്റ്റ് പോലെ ഓർഡർ എടുത്തിട്ട് ഇതിൻ്റെ സ്റ്റഫിങ്സ് മാറ്റിയിട്ട് ന്യൂട്രലയും അതുപോലെ പീനട്ട് ബട്ടറും അങ്ങനെ സ്റ്റഫിങ്സ് മാറ്റിയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കുക്കീസാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ന്യൂട്രല എടുക്കണം. അത് ഇതുപോലെ നമുക്ക് ഫ്രോസൺ ചെയ്തെടുക്കണം. അതിനായിട്ട് 1-2 ടേബിൾ സ്പൂൺ ന്യൂട്രല ഇതുപോലെ ബട്ടർ പേപ്പറിലാക്കിയിട്ട് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ കുക്കീസിൻ്റെ ഡോ ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ അൺസാൾട്ടഡ് ബട്ടർ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ, 100 ഗ്രാമിൻ്റെ. അതിലേക്ക് അത് റൂം ടെമ്പറേച്ചറിൽ തന്നെ എടുക്കണം കേട്ടോ. അതിലേക്ക് 1/2 കപ്പ് സാധാരണ ഷുഗർ പൗഡറൊന്നും അല്ല കേട്ടോ, ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ സമയം കുറച്ചൊന്ന് എന്താ പറയുക ലൂസായി വരുമ്പോൾ തന്നെ അതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ കൂടി ആഡ് ചെയ്യാം കേട്ടോ. 2 ഷുഗർ, അതായത് ടോട്ടൽ 1 കപ്പ് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് സമയം എടുത്തിട്ട് ഈ ബട്ടർ ഷുഗറും നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഷുഗർ അലിഞ്ഞ് വന്നില്ലെങ്കിൽ ഒരു 90% അലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് ബാക്കി കൂടി മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് ചെറുതായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ തന്നെ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ചെയ്തെടുക്കുമ്പോൾ തന്നെ ബാക്കി ഷുഗർ കൂടി മെൽറ്റായി കിട്ടിക്കോളും. ഇപ്പോൾ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ. അതുപോലെ തന്നെ ന്യൂട്രല 2 ടേബിൾ സ്പൂൺ ന്യൂട്രല കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നാൽ പിന്നെ എന്താ പറയുക ആ ഒരു ബാറ്ററിൽ ആ ഒരു ഡോയിൽ ഫുള്ളായിട്ട് ആ ന്യൂട്രല ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലോർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ഡോ ആയി കിട്ടുന്ന പരുവം വരെ മൈദ ചേർത്ത് കൊടുക്കണം എന്നാണ് കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ 1.5 കപ്പിൻ്റെ മേലെ, അതായത് 2 കപ്പിൻ്റെ അടുത്ത് മൈദ ഇതിലേക്ക് ഇടേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ചായി ബാക്കി മൈദ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക, മിക്സ് ചെയ്യുക. അങ്ങനെ ലാസ്റ്റ് ഡോ ആയി കിട്ടും കേട്ടോ. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് വേഗം ആകുന്ന പരിപാടിയില്ല കേട്ടോ. ബട്ടറും ഷുഗറും ആ ഒരു ഇതായി കിട്ടാൻ തന്നെ നല്ല ടൈം എടുക്കും. നിങ്ങൾക്ക് ബീറ്ററിലൊക്കെ ചെയ്യാം, പക്ഷേ എപ്പോൾ ഹാൻഡ് വിസ്ക് കൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഒരുപാട് അങ്ങ് ലൂസ് വെള്ളം പോലെ ആവാതിരിക്കാൻ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ അതിലേക്ക് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ചോക്ലേറ്റ് പീസാക്കി ഇട്ടതും ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അത് ഒരു ഫ്രിഡ്ജിൽ സെറ്റാൻ വേണ്ടി വെക്കുക. ഒരു 10-15 മിനിറ്റ് എങ്ങനെയായാലും അത് സെറ്റാൻ വേണ്ടി വെക്കണം. അപ്പോഴത്തേക്ക് നമ്മളെ ന്യൂട്രല കണ്ട ഫ്രോസണായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ആ ജംബോ കുക്കീസ് 100 ഗ്രാം അങ്ങനെയൊക്കെ പോകട്ടെ. ഞാൻ ഇപ്പോൾ 80 ഗ്രാമിൻ്റെ ആട്ടോ ചെയ്തെടുക്കുന്നത്. അത് ഇതുപോലെ നടുവിൽ ആ ഒരു സ്റ്റഫിങ്സ് വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ട് നമ്മളെ ന്യൂട്രല ആ സമയമാകുമ്പോൾ പുറത്തെടുത്താൽ വന്നിട്ട്, കാരണം വേഗം ഫ്രോസൺ ആയതെല്ലാം വീണ്ടും ലൂസാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പം നടുക്ക് വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക, എന്നിട്ട് പ്രസ് ചെയ്യണം. ഒരുപാടങ്ങ് പ്രസ്സായി പോയൊന്നുമില്ല ബേക്ക് ആകുമ്പം. അപ്പോൾ കുറച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ചോക്കോ ചിപ്സും കൂടെ വെച്ചിട്ട് എയർ ഫ്രൈ ആണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഓവനിൽ സാധാരണ പോലെ 150-ൽ 12-15 മിനിറ്റിൻ്റെ അടുത്ത് ബേക്ക് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ എയർ ഫ്രൈയിൽ 180 ഡിഗ്രിയിൽ 15 മിനിറ്റിലാണ് കേട്ടോ കറക്റ്റായിട്ട് കിട്ടിയത്. ഏത് കുക്കീസും ആദ്യം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അത് നോക്കണ്ട, സത്യമായിട്ട് അത് ബേക്കായിട്ടുണ്ടാവും. അപ്പം ഒരു ചൂടൊക്കെ ആറി സെറ്റാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും. അങ്ങനെ നമ്മളെ ന്യൂട്രല കുക്കീസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ റാപ്പിംഗ് ഒക്കെ ഈ സൈഡിൽ കാണിക്കാം. പല രീതിയിൽ നമുക്കിത് ചെയ്യാം കേട്ടോ. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള വേറെ സാധനം ഉണ്ടോ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള സാധനം. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ റാപ്പിംഗ് ചെയ്യേണ്ടത്. ഇങ്ങനെ തന്നെ വേണമെന്നല്ല, ഇതിന് പല രീതിയിലുള്ള ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാഷ്മിൻ ഷീറ്റൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ഫുഡ് റാപ്പിംഗ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വാങ്ങാൻ കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്കിത് ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. സെയിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ. അടിപൊളി സാധനമാണ്. സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ ഒരു റെസിപ്പിയിൽ കറക്റ്റായിട്ട് ഞാൻ 4 വെച്ചിട്ടാണ് കേട്ടോ എയർ ഫ്രൈയിൽ ചെയ്തെടുത്ത്. അങ്ങനെ 80 ഗ്രാമിൻ്റെ 12 അതിന് ഞാൻ പിന്നെ പിള്ളേർക്കൊക്കെ ഒന്ന് എന്താ പറയുക സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വലിയ സൈസിന് പകരം ഒരു 30-35 ഗ്രാമിൻ്റെത്, അതായത് 12 80 ഗ്രാമിൻ്റെ 12 ജംബോ കുക്കീസ് ഈ റെസിപ്പിയിൽ നിന്ന് കിട്ടിയിട്ടാ. ബാക്കി ഞാൻ 35 ഗ്രാമിൻ്റെ മിനി കുക്കീസ്, സെയിം സാധനം തന്നെ മിനി കുക്കീസ് ഞാൻ ഒരു 6 ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് കറക്റ്റായിട്ട് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് 100 രൂപയാണ് ശരിക്കും നമ്മൾ വാങ്ങേണ്ടത്. പിന്നെ നമ്മളെ നാട്ടിലത് പക്ഷേ ഇത്രയും ടേസ്റ്റി ആയിട്ട് നല്ല കോസ്റ്റ് ആണ് കേട്ടോ. ന്യൂട്രലിൻ്റെ റേറ്റ് അല്ലെങ്കിൽ ഊഹിക്കാലോ. അതുപോലെ ബ്രൗൺ ഷുഗർ ആയാലും
ഇതിലൊരു ചോക്ലേറ്റ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം എങ്ങനെയായാലും നല്ല കോസ്റ്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. അപ്പം നമുക്ക് റേറ്റ് ഒന്നും എന്താ പറയുക കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സാധനം കൊടുക്കുമ്പോൾ നമുക്ക് നല്ല റേറ്റ് വാങ്ങാം. അപ്പോൾ ഇതിന് പെർ പീസിന് 100 രൂപ. നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കുറയുന്നതനുസരിച്ച് 80 ആ ഒരു ഇതിന് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങളിത് ഫുള്ളായിട്ട് ഇത് തന്നെ സെയിൽ ചെയ്യണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഹാമ്പറിൽ, അതായത് ഒരു പ്ലം കേക്ക്, ഒരു കുക്കീസ്, അല്ലെ ക്രിസ്മസിൻ്റെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, ഒരു കാർഡ്, മാർബിൾ കേക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കേക്ക്, മറ്റേ ഡ്രൈ കേക്ക്സ് ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു ഹാമ്പറൊക്കെ നമുക്ക് സെറ്റ്. കാരണം എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ക്രിസ്മസ് ഹാമ്പറിന് എന്തെങ്കിലും ഐഡിയ പറഞ്ഞല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് എന്താ പറയുക, അങ്ങനെ ഇത് ഞാൻ വേണമെങ്കിൽ സീരിയസ് ആയിട്ട് അങ്ങനെ ഇടാം. ഓക്കെ, ഇത് ഹാമ്പറിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ഇത്. ഇനി അടുത്ത മാർബിൾ കേക്കിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് പിന്നെ വരാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഫെസ്റ്റ് പോലെ നടത്തുന്നെങ്കിൽ അങ്ങനെയും ചെയ്യട്ടെ. കാരണം അസോർട്ടഡ് കുക്കീസ്, അസോർട്ടഡ് ജംബോ കുക്കീസ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓഫർ ഇടാൻ പറ്റും. അതായത് മനസ്സിലായി, അസോർട്ടഡ് എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്തിട്ട്, അതായത് ന്യൂട്രലി കുക്കീസും പീനട്ട് കുക്കീസും ജംബോ വലിയ സൈസിൽ. ഇത് ഒരാൾക്ക് ഒന്ന് തിന്നുമ്പോൾ തന്നെ എന്താ പറയുക, ആ ഒരു ഇത് കിട്ടും കേട്ടോ. കാരണം അത്രയും വലിയ സൈസാണ്. അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. പിന്നെ കുറേ കാലത്തിന് ശേഷം ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത്, അതിൻ്റെതായ എന്തൊക്കെയോ വോയിസ് കൊടുക്കുമ്പോൾ പോലും എനിക്ക് എന്തൊക്കെയോ തപ്പി തടഞ്ഞാലും പോകുന്നത്. അപ്പോൾ മിസ്റ്റേക്കെല്ലാം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അറിയില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യട്ടെ. അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ ഞാൻ ഒരുപാട് റീൽസും കാര്യങ്ങളും എന്താ പറയുക, ഇതിലേക്ക് റീൽസ് പോലെ ഇടാൻ പറ്റുന്നില്ല. അപ്പം കോപ്പി റൈറ്റ് വരുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ കമൻറ്റ് ഇടാം. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരെയും ബൈ.